Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 2க்குள்ளே போயிடலாம். പോയില്ലേ കുട്ടി? കരുതിയില്ല അമ്മ എന്നിവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. ഒരു കൊടുങ്കാറ്റിലും തുഴയാതെ നിന്നൊരാ അത് അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടി കരഞ്ഞാൽ മതിയായിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കുഴി വയ്ക്കാൻ അതിനൊന്നും ഉണ്ടായില്ല. പുറത്തോളും എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയ എന്താ കാര്യം? തിരിച്ചു വരുമോ പോയവര്? എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല, അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരിയായതുകൊണ്ട് തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയും. പോയ നാളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി എന്നാണോ മരണം എന്നോട് ദയ കാണിക്കുന്നത്? ஹைட்டாக காமிச்சிருக்காங்க. ഞാൻ ചെയ്തത് അച്ഛനെ കൊണ്ട് കൊടി വെപ്പിച്ചില്ലേ? ഇല്ല മോനെ, അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാവങ്ങളുടെ കൂട്ടത്തിലത് ഇതിനെ കാണാൻ അവൻ അല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എന്നോടെന്തോ പറയാനുണ്ടായിരുന്നു അവക്ക്. ஹிஸ்ட்ரி ரிப்பீட்ஸ் மாதிரி இவங்க அம்மா வந்துட்டு ஏதோ சொல்லலான்னு அதையும் கேட்க முடியல. லைக் சம்ஹவ் அவங்க மம்மி ஏதோ சொல்ல நினைச்சிருக்காங்க. இந்த பையனுக்கும் அது கேட்க முடியாம போயிடுச்சு அப்படி. ஆனா கை வெட்டதுக்கு அப்புறம் எப்படி விட்டாங்க இவரை? கை வெட்டதுக்கெல்லாம் ரொம்ப கொலைகேஸில் உள்ள போகிற அளவுக்கு கிடையாது. அவர் கொலைகேஸ் போயிட்டு 3-4 வருஷத்துக்கு வெளில வந்துட்டார். 7 வருஷம். கை வெட்டின கேஸுக்கெல்லாம் எவ்வளோ வருஷம் போயிட்டு வெளில இருந்தால் கூட 1 வருஷம் தான். பட் 2 பேருக்குமே வந்துட்டு அம்மா கொல்லி வைக்க முடியாத நிலைமை வந்துட்டு சிமிலர் சுச்சுவேஷன்ஸ் கிரியேட் ஆகிற மாதிரி வச்சுருக்காங்க. வாரியர் அம்மா தான் மாசு, தாத்தா தான் மாசுன்றேன். 2 பேட்ச் வச்சு உப்பு கொட்டிட்டு இருக்காரு. கட்டப்பால வர பாகுபலியில் வர கட்டப்பா கேரக்டர் மாதிரி எல்லாரையும் பார்த்துட்டு வந்துட்டு இருக்காரு பாட்டுக்கு. ഇതിപ്പോ എന്നോ വകപ്പെട്ട ബന്ധല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് കാര്യം പറയാ? ஓ, இவர் தான் வந்து வசுந்தரா வைக்கலாம். அந்த போலீஸ் தானே? ഒരു 34-35
ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരമാളുടെ മോളുടെ കാര്യം. വിളിക്കാമെന്ന് ഇരിക്കണോ? ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാം. കേമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു. വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താഴേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണിയാൻ തീർത്താനെ. ലക്ഷങ്ങൾ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണ യൂണിറ്റ് മുഴുവൻ തല്ലി തകർത്തത് ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ വണ്ടിയിൽ ചട്ടപ്പിത്തറ നടന്നിട്ടുണ്ടാവും. അതിന്റെ ഗ്രോഫില് അവൻ തോന്നിയത് കളഞ്ഞാല് ഇത് കാലം മാറി. കേരളം പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തതല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ജാനകി ഒന്ന് സൈൻ ചെയ്യും. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ് ദേവി മോളെ വിളിക്കും. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് എഴുതുന്ന പെരുമാറണം. അത് എസ്കേണ്ട ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ജാനകി, നീ ഇതിനൊന്ന് ഒപ്പിട്ട് കൊടുക്കുക. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യാം. കംപ്ലൈന്റ് കൊടുക്കണ്ടോ? നീ എന്താ പറയുന്നത്? രാജേടാ, ഹോസ്പിറ്റലിൽ എം ഡി ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞേ. മോളെ നീ എന്താ പഠിച്ചതാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിനാ? രാജേട്ട് മനസ്സിലാവാൻ പ്രയാസമാവും. അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി. நேர்மையான ஒரு டாக்டர். அப்புறம் சேகர் பொண்ணுல டிசிஷன் மேட் இஸ் மேட். നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു ഞാനാണെങ്കിൽ യൂണിഫോമിലും റിയലി ഞാനത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും என்ன பிடி கொடுக்காம போயிட்டாங்க? அவங்களுக்கு ஒரு மேலே இன்ட்ரெஸ்ட் இல்லைனோ? அவங்க நல்ல பாரு. എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയും. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്ന് കൊടുക്കാറുള്ളൂ. അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. இவருக்கு காண்டாயிடுன்னு நினைக்கிறேன். நீ காண்டாச்சுன்னா நீ அவ்வளோதான் பார்த்துக்க. உங்களை சரி கெமிக்கல்ஸ். ஆஹா எல்லாம் வேணும். இதனப்பா சோட்டா மும்பை கிட்ட மாதிரி இருக்கு. ഓഹോ തുടങ്ങിയോ? ഇപ്പൊ വിഷയമുള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. அவங்க அப்பா மாதிரி. തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ? തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കിട്ടിയുള്ള അമ്മയായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാ. അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ലാന്ന്. വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് പറയും. என்னமோ சொல்லிட்டாங்க. പരിചയമില്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ബോറായി പോവും. ഇന്ന് സൺഡേ അല്ലേ? ഇവിടെ സ്റ്റാഫ് ആരുമില്ല. கிரிகிரி. சவரி கிரிகிரி. ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടി മൃദംഗം വായിച്ചു ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്തു. ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, can I fix a drink for you? പുറംകാലിൽ തൊഴിച്ചായി പോർമ്മ. എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിന് ആരുമില്ല. ഈ തെണ്ടി തമാടിക്ക് അദ്ദേഹം പോലും കയറ്റലാണ്. അച്ഛനെ തനിക്ക് മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ഉണ്ണിയാവും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാവും വിളിച്ചത്. இவரு சாய்குமார். ஓ சீர்த்து பண்ணியா? மாதிரி கிரிக்கிட்டு என்னப்பா? അത് പാണാചേരി നമ്പി മണിയമ്പലം പുരുഷോത്തമൻ കോഴി വെച്ചു. കോൺട്രാക്ട് അവൻ പോക്കറ്റില. പുരുഷോത്തമൻ അറബിയും കൂടെ ടിങ് ടിങ്. നമ്മളിറക്കിയ ഇനിഷ്യൽ മണി 10 ലക്ഷം രൂപ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ ചുക്കാമണി என்ன சுக்காமணி? பாய்ஸ் ஐட்டம். காக்காக்கு போட்டுருவேன்றாரு. உனக்கு எப்படி தெரியுதுல? எனக்கு எல்லா பேண்டோடும் தெரியும். உரிமையில சொல்வார்ப்பா. மாதிரியா? இல்ல, உரிமையில பிருத்விராஜ் சொல்வார்ப்பா. ஓ இல்ல എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാ. അയ്യോ എനിക്ക്
പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടാ ചുറ്റിക്കളി. இவர் எதுக்கு இங்கே வந்திருக்காரு? அடி வாங்குறதுக்கா? അതാണ് അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ചെന്നെ കെട്ടിച്ചേടാ. അപ്പൊ നീ എനിക്ക് അറിയില്ലല്ലോ അച്ഛൻ കുഞ്ഞിരാമ. ரைட்டு, அவனுக்கு 7 ஆரம்பிச்சிருச்சு. നീ അച്ഛൻ സമ്മതിക്കുന്ന ആളല്ല നീ ഹോസ്പിറ്റലിൽ തല്ലി തോർന്നത്. ഈ കയ്യിന്റെ എതിര് 4 പീസാക്കിയവനെ നീ ഒരുത്തിനോട് പൊക്കിയോ? ஓடு. நீங்க போங்க, நாங்க அடி வாங்கிட்டு வந்துட்டோம். ஞாபகம் வந்துருச்சு. சார்லியில சொல்லுவாரு. அப்படியா? சார்லியில டிக்யூ സോബിനെ പറ്റി சொல்லுவாரு. അവനെ നടേശ ചീഫ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാപ്പിയറാണ്. 1.5 ലക്ഷം രൂപ വില വരും. ஆஹா. ഇവിടെ ഇരിക്കട്ടെ. வெரி ரிச் ஃபெலோ. இவருக்கு 2 கால் மட்டுமே போதும் நினைக்கிறேன் ஃபைட் பண்றதுக்கு. ஆள் இருக்க ஹைட் வெயிட்டுக்கு மொத்து குத்து நடிக்கிறாரு. எனக்கு இந்த கெட்டப் சோட்டா மொபைல் லுக் மாதிரியே இருக்கு. அப்படியா? அதுல ஹெட் கேப் போட்டிருப்பாருல, அப்புறம் இது மாதிரி ஃப்ரீயா ட்ரெஸ் பண்ணிருப்பாரு. இங்க பத்தியா 2001. சூர சம்ஹாரம். 10 தலை ராவணன். சவாரி கிரிகிரி. நானும் சொல்லுவேன். முட்டாள கடை வடகிரி. என்ன சவாரி கிரிகிரினா? சவாரி கிரிகிரினா அதான். அதானா? குஜிலி வஸ்து அந்த மாதிரி. ரெண்டாயிரத்தி 1 என்ன ஏஜ் இருக்கும்? பறக்கிறார் ஆளு. தானே 3 பேரும் பறக்க போறானுங்க பாரு. ஒரு வித்தியாசமான ஸ்டைலா இருக்குப்பா. கலர் கலரா ஒரு டிஷர்ட்டு, மேல ஒரு சட்டையிலேருந்து வெளில புரியாத அளவுக்கு ஒரு ஷார்ட்ஸ். ஃப்ரீ ஸ்டைல இருக்காரு. சரக்கு அடிக்கிற மூணுல இருந்து இப்போ நினைச்சானா சட்டையை கழிச்சு ஸ்விம்மிங் பூல்ல குதிச்சுவாரு. நான் அவ்வளோதான் காலி. போல் ஸ்டண்ட் வந்துட்டார்ல. ஓ, இது லூசிஃபர்ல வைப்பாரு தெரியுமா அந்த போலீஸ் மேல? அப்பத்துலேருந்தே வச்சுக்கிட்டு இருக்காரு அந்த மாதிரி. നല്ല കട്ടക്കിരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. வேஷ்டி மடிச்சு கட்டிட்டு இப்படி இப்படியே வருவாருப்பா. அதுக்கு யார் இது? அப்படி சட்டம் நல்லா இருக்கு. പൂച്ച എലിയേറ്റ് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊല്ലില്ല, നല്ല പ്രാണവേദന എടുപ്പിച്ചിട്ട് അങ്ങനെ അച്ഛനും മോനെയും കരയിക്കുന്ന വിദ്യയുണ്ട്. അതിന് സമയം നാളെ വള്ളുവനാട് സെൻട്രൽ ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. കടത്തിൽ മുങ്ങുന്ന ബാങ്കിനെ രക്ഷിക്കാൻ ചിലത് ചെയ്യണ്ടേ? വേണം. കിട്ടാക്കടങ്ങൾ തിരിച്ചെടുക്കണം. റീപേയിങ് കപ്പാസിറ്റി ഇല്ലാത്ത ക്ലയൻസിന് ലീഡ് ജപ്തി ചെയ്ത് പണം വസൂലാക്കണം. എന്റെ കണ്ടീഷൻ என்ன வீடை இது பண்ண ஜப்தி பண்ண போறாங்களா? ബാങ്കിൽ പവറൊന്നുമില്ല. அதான் கார்த்திகேயன் இருக்காருல்ல. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ്. ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ആക്ഷൻ എടുക്കാത്തതെന്നാണ്. ഞാൻ എന്താ പറയാ, പുതിയ ഭരണം അറിയാൻ തമ്പിയാരെ മുണ്ടക്കൽ ശേഖരന്റെ കയ്യിലാണെന്നാവും. ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയും വേഗം എത്ര രൂപ നമുക്ക് അയക്കാൻ കഴിയും? കുറച്ച് പണം പിടിച്ചു നിൽക്കാൻ പറ്റും. പണം നിത്യ ചെലവിനുള്ളത് ഭാര്യയുടെ ഉണ്ടാവും. അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറെ. നമ്പിയാരെ ഈ 500 ഒക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നീലാണ്ടൻ എന്തായി പറയുന്നു? കാർത്തികേയനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ പോലെ. നിങ്ങൾ ഈ പറയുന്ന 500 ഉണ്ട്, അയാൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും. இவங்க நல்லவங்க தானோ அங்க இருந்தாலும். എന്നാലും വാങ്ങിക്കില്ല, അയാളെ അറിയിക്കുകയില്ല. കാരണം ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ലേ. അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ரொம்ப கரெக்டான அப்பா இருக்காரு. തരേണ്ടി വരും. വിധി നോ ടൈം. என்னை கேட்டால் கார்த்திகேயன் சொல்லிடலாம்.
அது அந்த காலத்தில் அப்படி தானேப்பா, ரொம்ப ஃபார்மாலிட்டிஸ். அப்பா போய் பையன்கிட்ட கடன் சொல்லி நிற்கக்கூடாதுங்கிற மாதிரியா? പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ കാര്യം லைக் அவங்களுக்கு தொந்தரவு பண்ண. ആട്ടുള്ളി ഒഴിവാക്കി ബാക്കി ഭാഗം വെക്കാൻ ചെയ്തോളൂ. അവൾ ഉറങ്ങുന്നതിനടുത്തൊരു 6 അടി മണ്ണ് എനിക്ക് വേണം. അത് മതി. എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ ബാങ്കിൽ? ഇല്ല, ആ പറമ്പ് വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ, അതിൽ നിന്ന് 1 സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയാൽ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. KPM ഇൻഡസ്ട്രീസ് ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓടിയെടുത്ത് കടത്തി മുന്നിൽ നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമെന്ന് മാത്രം ഡയറക്ടറോട് തീരുമാനിച്ചാൽ മതി. അമ്മയുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ച് ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ஒரு சிலர் அந்த பாஸ்ட்லேயே ஸ்டக் ஆகிடுவாங்க. ആ വീട് പുലിയോടും വെച്ചാൽ എന്ത് കിട്ടും? അയാൾ തലേന്ന് ഒഴിവാക്കുന്ന ശ്രമമാണ്. അയാൾ മോനറിയില്ലേ? കാർത്തികേയ മോഹൻലാലി. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയാ. പടിയിറങ്ങിയ നീലകണ്ഠ ഈ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈ നീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല അതിന്റെ ഉള്ളിലാ ദഹിച്ചത് എന്റെ നെഞ്ചിൽ. വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. வாரி செமாக்டிங்ல. ஆக்சுவலாக ஒரு அந்த ஏஜ் ஆனதுக்கான அந்த இது நல்லா பண்ணியிருக்காரு. കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. ബാങ്ക് ജപ്തി ചെയ്ത് പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഓ, ഇവங்களே தான் ലോൺ വാങ്ങുന്നതോ? இப்பதான் போல അവിടെ താമസിച്ചൂടെ അച്ഛനും ഭാര്യ മോനും? ആരോടും വാശി ஃப்ரெண்ட்ஸோட பசங்க போல இருக்காங்க ரெண்டு பேரும். സമയമായി പോകുന്നു, അത്രേ ഉള്ളൂ. யாரு? അമ്പിയാർ സാർ പറഞ്ഞ കാർത്തികയും കാര്യങ്ങൾ ஓ, அந்த ஆஃபீஸில் இருக்கவங்க தானே? വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. ശേഖരനെ ഞാൻ ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാൽ തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതെന്ന് നോക്കി കഴിയാഞ്ഞിട്ടാ. ഏയ്, ആരോടും പരിഭവമില്ല, ശേഖരനോട് പോലും. പൊയ്ക്കോളൂ, കാർത്തികയോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരെ. ഓ സാർ, ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരെ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കും. സുധാ, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിക്കടോ. നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാന്തം വിട്ടിരിക്കുന്നു. മംഗലശ്ശേരി പേരിന് മുമ്പിൽ കൊമ്പന നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല. അത് മാഞ്ഞുപോയി. சரி போறான்னு சொல்லி அவன் சொல்றாரு. கேட்க மாட்டேன். നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിന്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര. വാനപ്രസ്ഥം തുടങ്ങുക. പ്രാണന്റെ പാതിയായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര. കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. പിന്നിട്ട വഴികളിലെന്നോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും എന്റെ ഹൃദയത്തിന് ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരനുണ്ടാകാൻ ഈ ജന്മം പലതും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. மெச்சூர் டாக். മൂന്നാക്കിയാൽ ശേഖര இதை மட்டும் விட மாட்டாங்க. அவர் பேர் முண்டக்கல் சேகரா தான். ஆனால் திட்டுற மாதிரி இருக்கு. എവിടെ அவன் ஒய்ஃபே இல்லை, இப்போ வீட்டை எடுத்துட்டு போய் என்னடா பழி வாங்க போறேன்னு கேட்குறான்.
அவன் லூசு மாதிரி இன்னும் வீட்டை ஜப்தி பண்ணா இவருக்கு பழிவாங்கின கணக்குன்னு ஆயிடுச்சு. ഭിക്ഷക്കാരുടെ നിഘണ്ടുവില് തീവണ്ടി കൂലിക്കുന്നൊന്നില്ലടോ. അപ്പൊ അങ്ങനെയായില്ലേ? அப்ப அவர் மைண்டுக்கு வீடு தான் பெரிய இதுன்னு நினைச்சுக்கிறாரு നെപ്പോളിയൻ മൈൻഡുക്ക്. എല്ലാം വിട്ടെറിഞ്ഞ് പോകാൻ ഇറങ്ങിയ ആളെ തിരിച്ചു വിളിക്കാൻ വന്നതല്ല. വഴി കണ്ട ഒരു വിവരം പറഞ്ഞിട്ട് പോവാ. இவர் பொண்ணுதான் அவங்க. அந்த സഹറാവാ മുണ്ടയ്ക്കൽ ശേഖരനും അനന്തരവും രാജേന്ദ്രനും തടയാനും പിടിക്കാനും ഞങ്ങൾ 2 വയസ്സന്മാർക്ക് പറ്റിയില്ലെങ്കിൽ മോന്റെ കർമ്മങ്ങൾ കൂടി ചെയ്തിട്ട് പോയാൽ മതി. എന്താണോ ഈ പറയണേ? മോനിപ്പോ എവിടെയുണ്ട്? പോയി നോക്കട്ടെ അവിടെ നിന്ന് നടന്നു. അറിഞ്ഞ കാര്യം പോണ വഴിയോട് ധരിപ്പിച്ചേ ഉള്ളൂ. அவரு பையன் அவரு. ஓ ஆனா 4 பேர்ல 2 பேர் தான் இருக்காங்க. ஒருத்தர் தான் இறந்துட்டாரு இந்த ഷൂട്ട് വാങ്ങി. വയസ്സ് 3 പ്രായം. അവനെ കൊല്ലാൻ ആളിറങ്ങിയിരിക്കുന്നു. നുണ പറയാനും പഠിച്ചിട്ടില്ലടോ. വയസ്സായി. ആരുടേതാണോ ഐഡിയ? അവൻ്റെതോ അതോ സ്വയം കൃതിയോ? അപ്പോ അവനെത്തി. നന്നായി. എന്താ നീലേന്ദ്ര സാറേ, അയാളെ കണ്ടൊന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം. இப்படி சொல்லி மண்டை கழுவிட்டாரு. പറഞ്ഞിട്ട് പോവാന്നേ. സലാമേ, ആ ബാഗ് എടുത്തോണ്ട് വെക്കാ. കുറുപ്പേ വാടോ. ഇതാ അവിടുന്ന് കൊണ്ടുവന്ന ஓ இது மட்டும் எடுத்துட்டா சேர் மட்டும் எடுத்து வந்துட்டாங்களா அங்கேருந்து இவரு அந்த 8 വർഷങ്ങളായി. അയാളോ? ആ ശബ്ദം എടുക്കുന്നതേ കാലം താളം. ஒருத்தர் நாடோடியா வந்து பாடிட்டு இருப்பாரு அந்த படத்துல. அவரு இன்னும் உயிரோட இருக்காரா? அப்படிதான் போல. அது வாய்ப்பு இல்லை. இங்க பாரு எங்க பையனும் இப்படிதான் போல இருக்கு. எல்லாரோட அடுத்தடுத்த இதுவும் காமிச்சிட்டு இருக்காங்க. ஒவ்வொருத்தரோட கேரக்டரோட அடுத்த வாரிசங்கள்லாம் அதே வயசுப்பா. நான் இந்த வயசு தான் சொன்னேன். பார்க்க முடியும்னு சொல்லிட்டு போயிட்டாருல ஒரு கடைசியா. ஆமா அவர் அழுதுகிட்டே போயிட்டாரு. അച്ഛനെ ആളെ മനസ്സിലായോ? அப்ப இவர் தான் கூப்பிட்டு வந்திருக்காரு. ഭാര്യയോട് ഞാൻ പറഞ്ഞു പെരിങ്ങോടിന്റെ അതേ ശബ്ദം. பெருங்கோடன் ஒரு பேரா? ശബ്ദം മാത്രമല്ല, പെരിങ്ങോട് ശങ്കരമാരാരുടെ സൃഷ്ടിയാണ്. ഓ അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഗുരുവായൂരൊരു ബന്ധം ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അതിലുള്ള പ്രൊഡക്ഷൻ. പേര് ഹരിനാരായണൻ. അച്ഛന്റെ കഴിവ് കിട്ടിയിട്ടുണ്ട്. സ്വഭാവം അതുപോലെ വളർത്തരുത്. അങ്ങനെ നടന്ന ജീവിതകാലം പിഴ വരുന്നത്. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ മുമ്പില് കൊട്ടിപ്പാടി സേവിക്കുക. സേവ നടത്തി കുടുംബം പുലർത്താൻ ഇടയ്ക്കും ദുഃഖിച്ചെന്ന് കാര്യപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ചോദ്യം അമ്മയുടെ ജാതി அவரும் வந்துட்டு எந்த கோயிலையும் பாடல் போலப்பா அவரு. ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റഡ് കോപ്പി. ദൈവത്തിന്റെ കൊട്ടാരം വിചാരിപ്പ്. அதுக்கு இதெல்லாம் பாக்குறாங்க போல, கோயில்ல போயிட்டு பாடுறதுங்க கேஸ்ட் எல்லாம் பாக்குறாங்க போல. കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി ഇപ്പൊ സെയിൽസ് മാനേജരാ. ജീവിതം സുഖം. കള്ളുണ്ടാക്കുന്ന സ്ഥലമല്ലേ. ഒരു കുപ്പി സ്പിരിറ്റ്, ഒരു കുപ്പി വെള്ളം, പിന്നെ നിറത്തിനും മണത്തിനും ചേരുവകൾ സ്വല്പം. അങ്ങനെ ബോട്ടിൽ ചെയ്യണ വിദ്യ കണ്ട് മതിയായതുകൊണ്ട് പെരിങ്ങോടന്റെ മോൻ ഇതുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. ഓ അവർ ഭയങ്കര ഡ്രിങ്ക്സ് പോലും. ஓ அந்த தவிர தான் பண்ண வேணாம் சொன்னாரோ? അലട്ടില്ലാതെ കഴിഞ്ഞു പോകണം. മതി. മനസ്സിലെ സ്വഭാവത്തിൽ നാരായണമൂർത്തിക്ക് കൊട്ടിപ്പാടാം. பண்றதெல்லாம் பண்ணிட்டு 50 வயசுல எனி டாட். அதனால இளநீர்ல சரக்க போட்டு குடிச்சிட்டு എന്നെ വിളിക്കണ്ട. എന്റെ യാത്ര ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം எனக்கு தெரிஞ்சு ஒரு பிளானே இதான் நினைக்கிறேன். ഈ സ്ഥലങ്ങൾ കാണണ്ട. ഞാൻ ചത്തിട്ട് കാർത്തികേയൻ എന്റെ ചിരാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുകും. എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി. നിങ്ങളാരാ മുൻ പ്രധാനമന്ത്രിയോ? ചിതാഭസ്മം പുഴയിൽ മിക്സ് ചെയ്യേ. വേണ്ട, നീ നിന്റെ ഉമ്മ വാരുടെ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവെക്കും. அவ்வளவுதான் லாக் பண்ணிட்டாங்க. AC ഉള്ള മുറി ആയിക്കോട്ടെ, സുഖമായിക്കോട്ടെ കാര്യം. ஆஹா. இப்படிதான் ஒரு போன தடவை சொன்னாரு, ரேவதி வந்து சமைச்சு தருவாங்க, நான் ஜாலியா இருப்பேன்ட்டு. ஆனா அப்படிதான் இருந்தாரு. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോക്കിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു? പക്ഷെ ഇന്ന് അത് മാത്രം എനിക്ക് കൂട്ടി. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെന്നും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ തിരിച്ചു വാങ്ങും. മംഗലശ്ശേരിയുടെ മുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ
சூப்பர். இவராவது அட்லீஸ்ட் பேசுறாரு, இவர் முன்னாடியே கொஞ்சம் தெரிஞ்சிச்சு எல்லாமே. லேட்டாக வந்துட்டு ஒரு ரியலைஸ் முன்னாடியே இது பண்ணிக்கிட்டாரு. ஆறாது தானே. ഓ ഇവര് എനിക്ക് നമുക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. ചിലപ്പോ ഈ പോലീസ് ബുദ്ധിയുള്ളതാവും. ഇത്രയും யாருன்னு சொல்லிட்டு இருக்காரு. ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ല. என்னப்பா அவங்க முன்னாடி வச்சுக்கிட்டு அவங்க போட்டு வச்சுட்டு இருக்காரு. വെരി ബാഡ് ബിഹേവിയർ പോലീസ്. പയ്യന്മാർക്ക് ഇയാളെ கல்யாணம் பண்ண போறாருல அதனால இருக்கும். കോളേജിലോ അവിടെ ഇല്ലായിരുന്നോ? இங்க பத்தியா ഒരാളുകളും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കൂടി തോന്നണ്ടേ, അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റും. Thank God. ആരോടും തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നിയിരുന്നു. മാറിടിച്ച് മൂഞ്ചി. എന്താണ് ഫെമിനൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ചുമ്മാ കഥ ഇറക്കണ്ട. കഥയല്ല ശ്രീനി, ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലയ്ക്ക് പിടിച്ചപ്പോ വിട്ടു. ആ അങ്ങനെയൊക്കെ മറന്നു. വലിയൊരു കാര്യം വേറെ ഉണ്ട് കേട്ടോ, അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ആരാണ് അത്രയ്ക്കൊരു സൗന്ദര്യ വിരോധി? நம்மளுதான் ஆன்சர் இங்கே டேரக்டா கொடுத்துட்றாங்க, சொல்ல வேணாம். இவர் வந்தாலே வைப் ஆயிடுதுப்பா, மியூசிக்லாம் போட்டு இல்ல. ഞാൻ കാർത്തികൻ മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. என்ன கழுத்தில் போட்டுட்டாரு அவரு. രാജേന്ദ്ര, ஏன் இவரு பேச மாட்டாரா? അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ഒരു കാലത്ത് ജാനകിയിലെ ഹീറോ ആയിരുന്ന കാർത്തി. ക്ഷമിക്കണം. ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം, നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താണ് അവർക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇഷ്ടപ്പെട്ടത്. അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്ത് വെക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ അതിന്റെ ഒരു ന്യായം. ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്നു പറ. ഇതല്ലോ அங்கே நீங்க தானடா. ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമെന്ന് ചോദിക്കണ പോലല്ലേ? രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ തുക്കണാച്ചി? വന്ന് சின்ன ஒன்றும் இல்லாத பேங்க். മുണ്ടക്കൽ ശേഖരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറുമെന്ന് പറഞ്ഞത്. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവണം. പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികയും പോവില്ല, കോടതി ഞാനുണ്ടാക്കും. ശിക്ഷയെ വിധിക്കും. അനുഭവിക്കേണ്ടി വരും. അമ്മാവനും അനന്തരവനും കൂടെ ഒരേ തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിടെ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് ഓ യെസ് മിസ്റ്റർ SP. തോളിലെ നക്ഷത്രങ്ങളും IPS എന്ന 3 അക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും 1 കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞ് മംഗളകർമ്മങ്ങൾ നടത്താൻ இன்டெரக்டா கொண்டுரும் சொல்றாரோ. ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തിൽ വെക്കണം. എന്ത് വില കൊടുത്ത് ഞാൻ തിരിച്ചു പിടിച്ചോളും, അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ശേഖരന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്ത് ഒരു 5 സെന്റ് എഴുന്ന വാങ്ങാൻ വന്നതല്ലേ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. மங்களശ്ശേരി கார்த்திக். சைடில் ஒன்று போயிட்டு போயிட்டாரு. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. தொம் தொம் தரணா தொம் தொம் தரணா அப்படின்னு மியூசிக் போடுறாங்க பின்னாடி. என்ன சிஎம்க்கு வர மாதிரி வந்துட்டு இருக்கு காது வந்து. இல்லை, இது சேசிங் ஆகிட்டு இருக்கு. பேசுங்க. ഡയലോഗാ பேசுறீங்கன்னு சொல்லிட்டேன். ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ കാർത്തികേയൻ. വണ്ടിയിലുണ്ട്. ഒന്ന് വിളിക്കടോ. கட்டதுரைக்கு கட்டம் தெரியல. ரெட் கலர் ட்ரெஸ் வேற. വലിയ തിരക്കില്ലെങ്കിൽ can you spare a little time? Sure, sir. ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കാറിയാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാൻ അതെന്താ ഒരു സ്റ്റൈലാണ്? വലിയ നിർത്തിയതാ, പക്ഷെ ഉപേക്ഷിക്കാൻ മതി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഗുഡ്. ഈ ശേഖരനെങ്കിലിന്റെ മോൻ സാറ് കല്യാണം കഴിക്കാൻ വന്ന കുട്ടിയെ കുറിച്ചാണ്. അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതല്ല. എന്റെ പഴയ ഫ്രണ്ട് അല്ലേ.
പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അറിയാം, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ചോദ്യം. താൻ എന്താ അവിടെ തീർത്തും അവോയ്ഡ് ചെയ്ത് വന്നത്? ടൈം ഇല്ലായിരുന്നു സാർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തേല, അങ്ങനെ അണ്ടർവേൾഡ് ഡ്രിങ്ക്സ്. അണ്ടർവേൾഡ്. അത് പഴയ പ്രയോഗം. ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവം ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. ഇവരെ ലവ് പண்றவங்கள விட்டா അതെയോ, എന്റെ കുട്ടി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, இப்படியா എന്തോ എന്നെ ഇഷ്ടമാണ്. ആഹാ ഫാൻസ് ഡയലോഗ്. താനെന്നാ നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴുകറ്റുന്നൊക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞായിരിക്കല്ലേ അന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ. എന്നെ പറഞ്ഞല്ലോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്തു കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടിയെന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് പൊട്ടിട്ടാ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിലേക്ക് കുടിച്ചെടുത്തുള്ള കുത്തിട്ടേരിയല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല. നടുറോട്ടിലിട്ടും തല്ല് ഞാൻ. ரைட் 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. ஓஹோ കപ്പോ അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റേ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗരാറ്റ് ഫൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് കപ്പൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഇത്രയും വലിയ കുപ്പി. ഈ റോഡിൽ വെച്ച് അതും സാറ് യൂണിഫോമിൽ. അതോട് സാറിന് പറയാം, അത് വലിയ കേസാവും. കേസ് ചാർജ് ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്നാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചിലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിളരുടെ കൈക്കൊന്ന് വീഴുന്നു. நீ யூனிஃபார்மை கழட்டிட்டு வா. துப்பனா அடிச்சுட்டு வரு. ശരി വാസ, സവാരി ഗിരിഗിരി. കൈകെട്ട് മോനെ. போச்சு துப்பனா அடிச்சுட்டு வரு. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും. போடு. எல்லாம் ஓடிட்டாங்க. ஐயோ போடு. எதுக்கு தேவையில்லாம இவர்கிட்ட போய் அடிச்சுட்டு இருக்காரு? ஒரு போலீஸ் பவரை காமிக்கிறாரு. அவ்வளவு பேருக்கு முன்னாடி வந்து இவரை மாட்டிட்டு போயிட்டாருல்ல, ஒரு ஈகோ. எனக்கு தெரிஞ்சு ஜானகிக்கு பிடிச்சிருக்குன்னு சொன்னதுனால ஈகோ நினைக்கிறேன். ரெண்டுமே. ஒரு கிக் பாக்ஸிங்ல 5 கப் வச்சிருக்காராம். தூக்கிட்டு போய் குப்பையில போடுங்க. இது நாடன் சொல்லி ஊரடி. அது நீ பாக்ஸிங் தெரிஞ்சவங்க கிட்ட போய் சொல்லணும். அவங்க தான் முறைப்படி அடிப்பாங்க. உப்ஸ். நாய் அடிக்கிறாருப்பா. ஐயோ ஐயோ இது லாக். எப்படிப்பா டைமிங் மிஸ் ஆகாம இதெல்லாம் எடுக்கிறாங்கல்ல. இந்த ஷாட் நல்லா இருக்கு. பேண்ட் ஷாட் இது செம்மையா இருக்கே. போச்சு போடு. போச்சு ஒரு உள்ள கூட்டு வைக்க போறாங்க நீங்க. ട്രാപ്പ്. പയ്യെ പോയ അടി ഇരന്ന് വാങ്ങിയ നിങ്ങൾ ഓഫീസർ കേസില്ല, കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമഴിക്കവന്റെ സവാട്ടൊക്കെ കൊണ്ടാണ് നിങ്ങൾ സഹപ്രവർത്തകരുടെ സവാരി. സവാരി ഗിരി. ഞാൻ അവരോടൊപ്പം ഇനി ഒരു ചായ കുടിച്ചു. പോടാ. Have a tea break. நம்மளுக்கு சொல்றாங்களா? தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பாட்டில் சந்திப்போம். பை பை.